എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. യുവത്വം നിലനിർത്താൻ നമ്മുടെ ശരീരവും മനസ്സും എപ്പോഴും യൂത്ത്ഫുൾ ആൻഡ് എനർജറ്റിക് ആയിരിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ചിരിയാണ്. ചിരി വഴികളിലെ യുവത്വ സുന്ദരമായ നിമിഷങ്ങളും കാഴ്ചകളും സമ്മാനിച്ചുകൊണ്ട് Once Upon a Time Version 2.0 ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. Once Upon a Time Version 2.0 മഹനീയ സാന്നിധ്യങ്ങളെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Let's first welcome the gorgeous Surabhi Lakshmi. Our comedy king Ramesh Hetan. Kick-starting with our first performance, we have Anish Katugada. ഒരു ഭരതനാട്യത്തിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയയാളുടെ മുന്നിൽ ഇതിലും നല്ലൊരു സാധനം അവതരിപ്പിക്കാൻ വേറെ ആരെ കൊണ്ടും പറ്റിയല്ല. ഇതാണ് ശരിക്കുമുള്ള ഡാൻസ്. അതായത് ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു യഥാർത്ഥ താളം എന്ന് പറയുന്നത് ഇതാണ്. ഇത് അങ്ങനെ പ്രത്യേകിച്ച് ഫോം ഒന്നും വേണ്ട, പക്ഷെ അയാളുടെ നല്ല ഫോമായിരുന്നു അവൻ. ഫോം വേണ്ടതോ, അവൻ നല്ല ഫോമായിരുന്നു. മാത്രമല്ല, ഞാൻ കേട്ടിട്ടുള്ളത് ഒരാളുടെ ചെറിയ കാര്യമാണെങ്കിലും ഒരാൾ ഒപ്പിടുന്ന പോലെ വേറൊരാൾക്ക് ഒപ്പിടാൻ പറ്റില്ല. അത് അവന്റെ മൈൻഡിൽ നിന്ന് വിരലിലോട്ട് എത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത്ര ചെറിയ ആകെപ്പാടെ എഴുതാനൊക്കെ പറ്റുമെങ്കിൽ ഒരാളിട്ട് ഒപ്പ് വേറൊരാൾക്ക് ഇടാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. ഒപ്പിന്റെ ഒരു വഴി എന്റെ മനസ്സിൽ ഫീഡാകുന്നതും സുരഭിയുടെ മനസ്സിൽ ഫീഡാകുന്നതും വ്യത്യാസമാണ്. നീ ശരിക്കും ഒപ്പ് പോലും ഇടണ്ട. മോനൊരു ലോൺ കിട്ടില്ലെങ്കിൽ ബാങ്കിൽ ചെന്ന് ഈ ഡാൻസ് കളിച്ചാൽ ഇതുപോലെ ഇനി ഒരാളും ഡാൻസ് കളിക്കില്ല. നിങ്ങളുടെ ഐഡിയ ആയിട്ട് മനേർ നിർത്തി ഈ സാധനം കളിച്ചു കഴിഞ്ഞാൽ ഇത് ഇനി വേറൊരാൾ ഇടയ്ക്ക് ഒരു പരൽമീൻ ഡയാനെ കൊത്താൻ വന്നിട്ട് അതൊരു റൗണ്ട് അടിച്ച് ഇവിടെ വന്ന് ഡോൾഫിനായി പൊങ്ങി ഒരു എലിയായി ചുരുണ്ടോടി പോലെ ഒരു നാഗത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒപ്പിനിടാൻ പറ്റൂല. അതാണ് ഒപ്പിന്റെ പ്രശ്നം. ഒരുപാട് രണ്ടാമത് ഇട്ടില്ലെങ്കിൽ ലോൺ കിട്ടിയല്ല. ഇല്ല, പറ്റൂല. അപ്പൊ ഇതിടാൻ പറ്റൂല. ഡയാന ഒന്നും പറയുന്നില്ല നൃത്തത്തെ പറ്റി. അല്ല, ഞാൻ ആക്ച്വലി പുള്ളി ഇടയ്ക്ക് കൈയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്നാ പിന്നെ കൂടാൻ നോക്കി ആളെ പിന്നെ എന്റെ ഫ്രണ്ടി കാണുന്നില്ല, പുറകിൽ ഇവിടെ വന്നിരിക്കുന്നു. മൊത്തത്തിലൊരു മിന്നൽ പോലായിരുന്നു. ഒരു പെട്ടെന്ന് വെടിക്കെട്ടിനിടെ പട്ടി വെട്ടപോലെ അവസ്ഥയായി. അതിന്റെ ഇടയിലായി. അപ്പോ നല്ല ഉഷാറായിട്ട് കോൺഫിഡൻസോടുകൂടി നമുക്ക് പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. നമസ്കാരം, ഞാൻ അനീഷ്. കേരളം കോമളം, കണ്ണിന് കുളിരേകുന്ന കാഴ്ചകൾ, കലയും കായികവും, കൽപ്പണിക്കാരും കടൽപ്പണിക്കാരും കപ്പലണ്ടി കച്ചവടക്കാരും കളരിക്കാരും കരാട്ടക്കാരും കുങ്ഫുവും കോൽക്കളിയും, കോട്ടയം കൊല്ലയും കോഴിക്കോടും കെട്ടുവള്ളങ്ങൾ കുത്തിയൊഴുകുന്ന കുഞ്ഞോളങ്ങളിൽ കണ്ണടച്ചു കാട്ടുന്ന കൊഞ്ചും കാളാഞ്ചിയും കരിമീനും, കാറ്റിൽ കഥ പറയുന്ന കതിരുകളുള്ള കുട്ടനാടും, കണി കാണാൻ കണ്ണന്റെ കമനീയ രൂപമുള്ള കേരളത്തിൽ കാശ് കൊടുക്കാതെ കാണാൻ പറ്റുന്ന എന്താണ് ചേട്ടാ? സ്വപ്നം. അതെ, ഇന്ന് ഞാൻ സ്വപ്നത്തെ കുറിച്ച് സംസാരിക്കുന്നു. അതെ, സ്വപ്നം. ഉഷാട്ടി ചേട്ടാ, എന്തോ കണ്ണടച്ച ഇരുട്ടും സ്വപ്നം കാണാൻ പറ്റും തോന്നുന്നു. അതെ, കാശ് കൊടുക്കാണ്ട് കണ്ണടച്ച ഇരുട്ട് കാണാൻ പറ്റും. ശരിയാണ്. കണ്ണടക്കണ്ട, കണ്ണ് തുറന്നിരുന്ന് സ്വപ്നം കാണാം. അതെ. അപ്പൊ എന്റെ കൂടെ ഓക്കെ അല്ലേ എല്ലാരും? അപ്പൊ സ്വപ്നം കാണുന്നതിനൊരു ടൈമുണ്ട്. സ്വപ്നം വെറുതെ കണ്ടിട്ട് കാര്യമില്ല. സ്വപ്നം കാണേണ്ട സമയത്ത് സ്വപ്നം കാണണം. നമ്മളൊക്കെ ബാക്ക് ബെഞ്ചിൽ ഇതിങ്ങനെ ഇരുന്നിട്ട് സ്വപ്നം കാണും. അപ്പൊ സ്വപ്നം കാണാണ്ട് ഫ്രണ്ടിലിരുന്ന് നന്നായിട്ട് പഠിക്കുന്ന ചില ആൾക്കാരുണ്ടാവും. ചേർത്തലയിൽ നിന്ന് വൈല്യ വരെ വന്നപ്പോൾ 3 പേര് വെറ്റിയടിച്ചു, 3 പേരും പോലീസ്. ഞാനിപ്പോഴും സ്വപ്നം കാണുന്നു. അപ്പൊ സ്വപ്നം കാണേണ്ട സമയമുണ്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരുന്ന് സ്വപ്നം കാണുമ്പോൾ ടീച്ചർമാർ കയറി വന്നിട്ട് പറയാം സ്റ്റാൻഡപ്പ് ഹാൻഡ്സപ്പ് ഇത്. അപ്പോഴും നമ്മൾ മൈൻഡില്ല, ഇങ്ങനെ കൈവച്ചിരിക്കും, സ്വപ്നം കാണും. ഇപ്പോൾ ഒരു സ്റ്റാൻഡപ്പ് പറയാൻ വേണ്ടിയിട്ട് 3 മാസമായി ഓഡീഷൻ നടന്നിട്ടിരിക്കുകയാണ്. അമൃത TV സ്റ്റാൻഡപ്പ് തുടങ്ങിയപ്പോഴാണ് സ്റ്റാൻഡപ്പിന് ഇത്രയും ഡിമാൻഡ് ഉണ്ടെന്ന് അറിയണത്. എല്ലാവരും ടീച്ചർമാർ പറയുന്നത് അനുസരിക്കുക. സ്വപ്നങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല ഒരു പ്രാധാന്യം, മലയാള സിനിമയിൽ ഭയങ്കര പ്രാധാന്യമുണ്ട്. മലയാള സിനിമ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട് അല്ലേ ചേച്ചി സ്വപ്നത്തെക്കുറിച്ച്. പക്ഷെ അതിലും അപ്പുറം മലയാള സിനിമയിൽ സ്വപ്നങ്ങളെക്കുറിച്ച് ഒരുപാട് സിനിമകളുണ്ട്. അതായത് സ്വപ്നങ്ങൾ, സ്വപ്നഭൂമി, സ്വപ്നതീരം, സ്വപ്നാടനം, സ്വപ്നസഞ്ചാരി, സ്വപ്നലോകം, സ്വപ്നക്കൂട്, സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ, അങ്ങനെ തുടങ്ങി നിരവധി സിനിമകൾ, സ്വപ്നങ്ങളുണ്ട്. അങ്ങനെ സിനിമയുടെ പുറകെ പോയെങ്കിലും അല്ലെങ്കിൽ സ്വപ്നങ്ങളെ കാണാൻ തീരുമാനിച്ചെങ്കിലും എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛനൊരു ക്ലാപ്പ്. സ്വപ്നം കാണാൻ പഠിപ്പിച്ചതിന് ചേട്ടാ വേറൊന്നുമല്ല. ഞാൻ കുഞ്ഞുനാളിൽ എവിടെ പോയിട്ട് വന്നാലും എൻ്റെ അമ്മ പണിക്ക് പോകും, അച്ഛൻ മൂടി പുതച്ച് കിടന്നുറങ്ങുന്നുണ്ടാവും സ്വപ്നം കാണാൻ വേണ്ടിയിട്ട്. ഒരു പണിക്കും പോകില്ല ചേട്ടാ. സ്വപ്നം ഉള്ള വീക്കുന്നതാണ്. ഇനി അഥവാ സ്വപ്നം കാണാണ്ട് ഫ്രണ്ട് ഉമ്മറത്ത് കസേര ഇരിപ്പുണ്ടെങ്കിൽ ഇതിങ്ങനെ കൈയും കൊടുത്തിട്ടൊരു ഇരിപ്പ്, അറിയാണ്ട് കൈ മുട്ടിയ സ്വപ്നം കാണാനും സമ്മതിക്കൂല പിള്ളേർ. ഇതാണ് അച്ഛൻ. അപ്പോൾ അവിടുന്ന് ഞാൻ സ്വപ്നം കണ്ടു തുടങ്ങി. ഞാനും അച്ഛനെ പൂട്ടായി. അപ്പോൾ കാലങ്ങൾ മറിഞ്ഞു, സുന്ദരിമാരെ ഞാനും സ്വപ്നങ്ങൾ കണ്ടു. കാലങ്ങൾ പലതും മറിഞ്ഞു. ഒരിക്കലും സ്വപ്നം കാണാത്തൊരു സുന്ദരി എൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നു. ചേട്ടാ എഡിറ്റ് ചെയ്യരുത്, ജീവിത പ്രശ്നമാണ്, വീട്ടിലോട്ട് പോകണം.
അപ്പം ഇത് കഴിഞ്ഞു കാലങ്ങൾ പറഞ്ഞു. ഇതുപോലെ തന്നെ എനിക്കും വന്നു വെച്ചാൽ സുന്ദരനും സുമുഖനുമായ ഏകദേശം എന്നെ കൂട്ട് തന്നെ ഇരിക്കുന്ന നല്ല ഒരു കുഞ്ഞി മകൻ. അപ്പം അവൻ എൻ്റെ ചോദിച്ചു, ഉറങ്ങുമ്പോഴല്ലേ സ്വപ്നം കാണുന്നത്? ഞാൻ പറഞ്ഞു, അപ്പം മഹത് വചനങ്ങളെ ഞാൻ കടമെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം. ഇത് പറഞ്ഞുകൊണ്ട് ഞാനും സ്വപ്നത്തിലേക്ക് വീണ് വൈഫ് ജോലിക്ക് പോയിട്ട് വന്നു. അപ്പോൾ പണ്ട് ഞങ്ങളുടെ അമ്മ പണിക്ക് പോകും, ഇപ്പോൾ വൈഫ് പണിക്ക് പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ അന്നത്തിന് മുട്ടില്ല, എനിക്ക് വെച്ചിട്ട് സ്വപ്നം കണ്ടാൽ മതി. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ വീട് വരുമ്പോൾ ഇവനെ വൈഫ് കയറി വരുന്ന വൈഫ് എന്താ അച്ചായി അവിടെ പോയിട്ട് എന്താ ആലോചിച്ചിരിക്കുന്ന? ഇവൻ എടുത്ത വായിക്കുമ്പോൾ ഷാരിജറ അച്ഛൻ്റെ ഉറക്കം ഏതോ സ്വപ്നം കെടുത്തുന്നുണ്ടെന്ന്. ഏതോ സ്വപ്നം അച്ഛൻ്റെ ഉറക്കം കെടുത്തുണ്ടെന്ന് അന്ന് സംഭവിച്ചത് ഈ വേദിയിൽ പറയാൻ പറ്റൂലേ ചേച്ചി. അതുപോലുള്ള ഇടപാടുകളാണ്. അപ്പോൾ അത് കാരണം അതിലേക്ക് വന്നിട്ട് ഇവനോട് ഞാൻ പറഞ്ഞു അങ്ങനെയല്ല. അപ്പോൾ ഇവൻ എൻ്റെ പറഞ്ഞു, ഞാൻ കഥകൾ കാണുന്നുണ്ട് അച്ചായ, കാറ് കാണുന്നുണ്ട്, കല്യാണം കാണുന്നുണ്ട്, ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ കണ്ടിന്യൂറ്റി കിട്ടാനല്ലോ, ഒന്നും തീർത്ത് കാണാൻ പറ്റില്ല. സ്വപ്നം പകുതിക്ക് വെച്ച് കട്ടായിപ്പോ. അപ്പം നമുക്ക് അങ്ങനെ സ്വപ്നത്തിലല്ലേ ഒക്കെ കാണാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ സ്വപ്നം കാണാൻ തുടങ്ങുമ്പോൾ കണ്ണ് തുറക്കരുത്. അഥവാ ഒരു ബോധം വന്നാലും കണ്ണടച്ച് കിടക്കുക. അപ്പം ശരിക്കും ചിലപ്പോൾ കണ്ടിന്യൂറ്റി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ തന്നെ ഞങ്ങൾ കിടന്നു, ഞാൻ, മോന്, വൈഫ്. ചേട്ടാ ഭയങ്കര മഴയുള്ള ഒരു രാത്രി, മഴ, ഗംഭീര മഴ. ഈ മഴയുള്ളപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് മഴയുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല, ചോർച്ചയില്ലാത്ത വീടാണല്ലോ എന്ന്. ഞാനിങ്ങനെ പയ്യെ കണ്ണ് തുറന്നപ്പോൾ ചെക്കൻ 3-4 വയസ്സേ ഉള്ളു, നേരെ നിവർന്ന് കിടന്നിട്ട് ഗംഭീരമായിട്ട് മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുക. മൂത്രം വന്ന് വീണിട്ട് മഴയിലും കഷ്ടമായിട്ട് ഞാനിങ്ങനെ പെട്ടെന്ന് ഇവനെ തട്ടി വിളിച്ച്. അപ്പോൾ ഇവൻ എന്നെ ചെറുവിരലിൽ ഇങ്ങനെ നിർത്തിയിട്ട് 1 മിനിറ്റ് എന്ന്. അപ്പോൾ ഇവൻ ഉണർന്ന് കിടക്കുക. ഇവൻ സ്വപ്നത്തിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് തീർത്ത് മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുക അവിടെ കിടന്നിട്ടേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിളിച്ചപ്പോൾ ഇവൻ പറഞ്ഞേ, ഈ മത്സരത്തിൽ ഞാൻ ജയിച്ചേന് അച്ഛനായ കാരണം തോറ്റ. ഞാൻ എന്തായിരുന്നാ സ്വപ്നം? ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി കലങ്കി നിന്നുണ്ട്, ഏറ്റവും കൂടുതൽ ദൂരത്തിലാരാ മൂത്രം ഒഴിക്കുന്നത്, ആ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക ഇൻ്റർവെല്ലിൽ സ്കൂളിൽ. ഈ സംഭവം ഞാൻ ഇടയ്ക്ക് വെച്ച് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, നീ ഈ ഉറക്കത്തിൽ മൂത്രം ഒഴിക്കണമല്ല, നിനക്ക് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോയെന്ന്. അവൻ പറഞ്ഞുകൊണ്ട് ഞാൻ മൂത്രം ഒഴിച്ചുകൊണ്ട് പേരെഴുതി കാണിക്കുമെന്ന്. മൂത്രം ഒഴിച്ചുകൊണ്ട് മണ്ണിൽ പേരെഴുതണം അവൻ്റെ ആ ടീമിനെ. അപ്പം ഞാൻ അമ്മ പറഞ്ഞു, എടാ കൊച്ചിന് ഇങ്ങനെ എന്തെങ്കിലും കേസ് കെട്ടലുണ്ടെങ്കിൽ അമ്പലത്തിൽ കൊണ്ട് ഒരു നൂല് ജപിച്ച് കിട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞു. നൂല് ജപിച്ച് കിട്ടാനായിട്ട് അമ്പലത്തിൽ ചെന്ന് തിരുവേനെ വിളിച്ച് ഞാൻ പറഞ്ഞ, തിരുവേന ഇങ്ങനെ ഭയങ്കര വിഷയമുണ്ട്, ഈ സ്വപ്നത്തെക്കുറിച്ച് കണ്ടും കൊച്ചിങ്ങനെ രാത്രി കിടന്നൊക്കെ ഭയങ്കര വിഷയമുണ്ടെന്ന് പറഞ്ഞു. ഉടനെ പുള്ളിക്കാരൻ പറയാം, സ്വപ്നത്തെക്കുറിച്ചാണെന്നെങ്കിൽ എനിക്ക് ഒന്നുകൂടി ആലോചിക്കേണ്ടി വരും. ഞാൻ ചോദിച്ചാൽ ഇത് ഇന്നലെ സ്വപ്നത്തിൽ എണീറ്റ് കിടന്നിട്ടുണ്ടായ മുറിവാന്ന്. 7 സ്റ്റിച്ച് കട്ടളപ്പാടിയിൽ അടിച്ചിട്ട് തിരുവേനയുടെ ആ മുതലിൻ്റെ അടിക്കാൻ ഞാൻ നൂലേ വിൽക്കാൻ ചെന്നിരിക്കുക. ഇതുപോലെ തന്നെ അടിച്ച് കൂട്ടുകാരനെ, എൻ്റെ സ്വപ്നത്തെ ഭയങ്കരമായിട്ടും പ്രേമിക്കുന്ന ഒരു കൂട്ടുകാരനാണ്. അപ്പോൾ ഇവനെ ഇതുപോലെ എയർ ഹോസ്റ്റേഴ്സാണ് ഭയങ്കര താല്പര്യം. ഇവന് സിനിമ ആങ്കേഴ്സിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, ചേച്ചീനെയൊക്കെ വലിയ പ്രിയ അല്ല, എന്നാൽ എയർ ഹോസ്റ്റേഴ്സിനെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇവനാണ് ഇതുപോലെ തന്നെ ഇവൻ്റെക്ക് ചോദിച്ചു, ഒരു കൂട്ടുകാരൻ വിദേശത്തേക്ക് പോകാൻ ചോദിച്ചപ്പോൾ അവൻ്റെക്ക് ചോദിച്ചു, എടാ ഞാൻ പോയിട്ട് വരുമ്പോൾ നിനക്ക് എന്ത് കൊണ്ടുപോകാം? അപ്പോൾ ഇവനെ പെട്ടെന്ന് പറയാം, എനിക്ക് എയർ ഹോസ്റ്റേഴ്സിൻ്റെ 2 മുടി കൊണ്ടു തന്നാൽ മതി, ബുക്കിൽ വെക്കാനാണെന്ന്. ചേട്ടാ അപ്പോൾ അവൻ ചോദിച്ചേ, എടാ മയിൽപ്പീലല്ലേ ബുക്കിൽ വെക്കണേ? എൻ്റെ പൊന്നെ, മയിലിൻ്റെ കാര്യം മിണ്ടരുത്. കേരളത്തിൽ 1 മാസമായിട്ട് മയിലിൻ്റെ വിഷയം ഭയങ്കര ചർച്ചയാണ്. പിന്നെ ഉള്ള ഒരു ഉപകാരം, മയിലും പറക്കും എയർ ഹോസ്റ്റേഴ്സും പറക്കും, ബുക്കിൽ വെച്ചാൽ പോരെന്ന്. അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങളുടെ സ്വപ്നം കണ്ട് ജീവിക്കാനായിട്ട് പോകണം. എല്ലാവരും സ്വപ്നത്തെ പിന്തുടരുക. ചേട്ടാ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രാസം വെച്ചൊരു സാധനം പറഞ്ഞോട്ടെ? ധൈര്യമായിട്ട് പറ. അല്ല അങ്ങനെ പറയരുത്, എന്റെ സ്റ്റോക്കിൽ നിർത്താൻ വേണ്ടി ചോദിച്ചാണ്. ആണോ? പറയണ്ട, എന്നാ നിർത്തിക്കോട്ടെ. ഇനി പ്രാസം വെച്ചൊന്നും പറയരുത്. നിങ്ങളുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. കൈ അടിക്കണം. ഓക്കെ, താങ്ക് യു. വളരെ രസമായിട്ട് സ്വപ്നം കാണുന്നതിനെ കുറിച്ച് കുറച്ച് നല്ല ചിരിക്കഥകൾ പറഞ്ഞു രമേശ് ചേട്ടാ. ചേച്ചി നല്ല ഗംഭീരമായിരുന്നു. നിങ്ങളുടെ പെർഫോമൻസിന് ഒരു കൃത്യമായ അളവുണ്ട്. നമ്മൾ പൈസ ആണെങ്കിൽ പോലും നമ്മളൊരു പൈസ എത്ര വേണേൽ കിട്ടിയാലും ഒരു കുഴപ്പമില്ലെന്നൊക്കെ പറയുമെങ്കിലും നിങ്ങൾ ചില ആളുകൾക്ക് കൊണ്ടുപോയിട്ട് ഒരു 5 കോടി രൂപ കൊടുത്ത് നോക്കിയാൽ അതോടുകൂടി നശിച്ചു പോകും. ഇവർക്ക് അതിന്റെ മാനേജ്മെന്റ് പറ്റില്ല. ചില ആളുകൾക്ക് നമ്മൾ പ്രിപ്പയർഡായി അതിന് കൃത്യമായ ഒരു അളവിൽ കിട്ടുമ്പോഴാണ് എല്ലാം കൃത്യമാവുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു പെണ്ണിനെ കണ്ടിട്ട് അവളുടെ കണ്ണിന് നല്ല സൗന്ദര്യമാണ്, അവളുടെ കണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ അവളെ വിവാഹം കഴിക്കാൻ ചെന്ന് പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ അവൾ പറയാം, ചേട്ടാ എനിക്ക് ഇവിടെ ഒരു കണ്ണും കൂടെ ഉണ്ടെന്ന് പറയാം. 2 എണ്ണം കൂടാതെ ഇവിടെ 3ാമത് ഒരു കണ്ണും കൂടെ അതേപോലത്തെ ഭംഗിയുള്ള കണ്ണ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ പെണ്ണിന് വേണ്ടെന്ന് വെക്കും. കാരണം നല്ല കണ്ണൊക്കെയാ, പക്ഷെ നമുക്ക് 2 എണ്ണം മതി. 3 കണ്ണുള്ളതിന് ഇച്ചിരി പ്രസാദം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാൻ കാരണം, ഇതിനൊരു അളവുണ്ട് പല കാര്യങ്ങൾക്ക്. ആ അളവിൽ വളരെ വ്യക്തവും കൃത്യവുമായ അളവിലാണ് നിങ്ങൾ പെർഫോം ചെയ്തത്. വളരെ ഗംഭീരമായിരുന്നു, നന്നായി കേട്ടോ. അല്ല, എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. നല്ല ഓർഡറിൽ, നല്ല വൃത്തിയായിട്ട്, എന്നാൽ അതിൽ വേണ്ട തമാശകളെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്തു. ഈ സ്വപ്നം കാണുന്ന ഇതിനെപ്പറ്റി പറയുമ്പോൾ എനിക്ക് ആ അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇതുണ്ടായിരുന്നല്ലോ, ഒരു ചാനലിൽ ഇങ്ങനെ വന്നു.
സ്ക്രോളിംഗ് വന്നു. സ്ക്രോളിംഗ് അതൊന്നും വന്നില്ല. അതല്ലാതെ ഇവിടുന്ന് പോയ ലിസ്റ്റിൽ നമ്മള് ഉണ്ട് എന്നുള്ളത് ലിസ്റ്റിലുണ്ട് എന്നുള്ള ഒരു സംഭവം ഇങ്ങനെ വന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ സ്വപ്നങ്ങൾ കാണണം എന്നൊക്കെ ഈ പറഞ്ഞ പോലെ പറയാറുണ്ടല്ലോ. അതെ. അപ്പോ അതേപോലെ അതിൻ്റെ എൻ്റെ ഈ ഫോണിലുണ്ടായിരുന്നു. അപ്പോൾ ഫോണിലിങ്ങനെ കമ്മട്ടിപ്പാടത്തിൽ വിനായകൻ്റെ പെർഫോമൻസും അതേപോലെ മിന്നാമിനിങ്ങിൽ സുരഭിയുടെ പെർഫോമൻസും മലയാളത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് എന്നുള്ളൊരിത്. അപ്പം ഇത് ഉണർന്നിരുന്ന് കാണും, ഉറക്കത്തിലും അല്ലെങ്കിൽ നമ്മളെ നടത്തത്തിലും ഒക്കെ ഇത് കിട്ടുന്നവരെ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. കാരണം കാസർഗോഡ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് അവിടെ മത്സരിക്കാന്നൊക്കെ അറിയാം. നമുക്ക് എന്തായാലും കിട്ടൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് സ്വപ്നം കാണാം. അത് വരുന്ന രാത്രി വരെ അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ വരെ നമുക്കിതിങ്ങനെ വെറുതെ കണ്ടിരിക്കാൻ, നമുക്ക് മാത്രം കുളിര് കിട്ടുന്ന ഒരു സാധനമാണിത്. അപ്പോൾ അങ്ങനെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയും അത് സ്വപ്നം കാണുകയൊക്കെ ചെയ്തിരുന്നു. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അത് സത്യമായിട്ട് തീരും. അപ്പം എല്ലാവരും ഞങ്ങള് സ്വപ്നം കാണുകയും സ്വപ്നത്തിൽ അഭിനയിക്കുകയും ചെയ്യുന്നു. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും ഒരു കീബോർഡ് വായിക്കുന്ന മധു ഒക്കെ കൂടെ ഒന്നിച്ച് ഞങ്ങൾ 3-4 അവിവാഹിതര് തൃപ്പൂണിത്തുറ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാം കല്യാണം കഴിക്കണമെന്ന് ഭയങ്കര സ്വപ്നം കാണുന്ന സമയമാണ്. അപ്പൊ ഓരോരുത്തർ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ആദ്യം വരുന്നവൻ വീട്ടിൽ കയറി താക്കോലും കൊണ്ട് കയറി തുറന്ന് കിടക്കും, അടുത്തവൻ വരും തുറക്കും, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ ഈ ആദ്യം കയറി കിടക്കുന്നവൻ ആരാണോ അവന് പിറ്റേ ദിവസം വരുന്നവൻ്റെ അടുത്ത് ഭാര്യയാവണം കുറച്ചു നേരം. നമ്മൾ മറ്റിപ്പോൾ ഞാൻ വരുമ്പം മധു ആണ് അവിടെ വാതിൽ തുറക്കണമെങ്കിൽ ഞാൻ കൊച്ചുങ്ങൾ കിടന്നോടി കിടന്ന ചേട്ടൻ കഴിച്ചിട്ടാണോ വന്നേ എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ രണ്ടുപേരും കുറച്ചു നേരം കിടക്കണ വരെ തനി ഭാര്യയായിട്ട് ആരാണോ ആദ്യം വന്നേ അവൻ അടുത്ത വരുന്ന ആൾക്ക് കുറച്ചു നേരം ഭാര്യയായിട്ട് അഭിനയിക്കുക. അങ്ങനെ സ്വപ്നങ്ങൾ ഞങ്ങൾ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് കുറേ നേരം ഭയങ്കരമായിട്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ടു ഡ്രീം വിത്ത് ഓപ്പൺ ഐസ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ആ സ്റ്റാൻഡപ്പ് ഇവിടെ പെർഫോം ചെയ്തു. So, congrats for that and thank you so much for coming here. അടുത്ത പെർഫോമൻസ് കാഴ്ചവെക്കാനായി സ്റ്റാൻഡപ്പ് കൊമേഡിയൻ പ്രജിത്ത് തൃപ്പൂണിത്തുറ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രജിത്ത് തൃപ്പൂണിത്തുറ. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. നല്ല വിശേഷം. ഉഷാറല്ലേ? ഉഷാറ്. കലക്കാൻ പോവല്ലേ? കലക്കാൻ പോവാ. പ്രജിത്ത് നല്ല മീശയൊക്കെ വെച്ചിട്ടേ നമ്മുടെ രജനീകാന്ത് വിജയ് പടങ്ങളില് അവിടെ തമിഴ്നാട്ടിലെ ലോക്കൽ നേതാക്കൾ വരും, വെള്ളയിട്ട് കൈ നിറച്ച് സ്വർണ്ണാഭരണങ്ങൾ ഇട്ടിട്ട് പുറകിൽ 3 ടാറ്റാ സുമോ നിറച്ച് ഗുണ്ടകൾ പുറത്തേക്ക് തലയിട്ടിട്ട് വടിവാള് വീശിക്കൊണ്ട് വരും. അതിന്റെ ഫ്രണ്ടിലത്തെ വണ്ടിയിലിരിക്കുന്ന ആളാണ് പ്രജിത്ത്. അത് കറക്റ്റാ. ഇപ്പൊ ഒരാൾ എന്നോട് പറഞ്ഞേ ഉള്ളൂ. ഏതാ? തമിഴ് സിനിമയിലെ വില്ലന്റെ ഒരു ലുക്ക് ഉണ്ട്. നിങ്ങൾക്ക് അതിന്റെ സ്വരൂപിക്ക് എങ്ങനെ തോന്നുന്നു? തീർച്ചയായിട്ടും ആ ഒരു ഒന്ന് പിരിച്ചേ ചേട്ടാ. പിന്നെ ചിലര് പറയാറുണ്ട് പോലീസ് വേഷമൊക്കെ ചെയ്യാൻ നല്ലതായിരുന്നു, പക്ഷെ വേഷം കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ പ്രജിത്തെ നമുക്കിവിടെ പോലീസ് വേഷമാണോ പട്ടാള വേഷമാണോ എന്നുള്ള ഒന്നും വിഷയമല്ല, തമാശ കിട്ടുമല്ലോ എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ വിഷയം. അതെ അതെ അതെ. പൊരിക്കാൻ പോവല്ലേ? പൊരിക്കണം. Okay, then moving on to the performance of Prajit. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രജിത്ത് എന്നാണ്. ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിന്റ് അടിക്കുക, പഴയ വുഡിന്റെ ഒക്കെ പോളിഷ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു സാധാരണ ഒരു ജോലിക്കാരനാണ് ഞാൻ. അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് റോയി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ എൻ്റെ വീട്ടില് കുറച്ച് ഫർണിച്ചറുകൾ ഉണ്ട്, ഒന്ന് പെയിന്റ് ഒക്കെ ഒന്ന് ടച്ച് ചെയ്യണം, അതിനൊരു ഇത്തിരി പണിയുണ്ട്, നീ ഒന്ന് വരുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാനാണെങ്കിൽ പണിയില്ലാണ്ടിരിക്കുവാണ്. ഞാൻ പറഞ്ഞു വരാം, അതിനിപ്പോൾ എന്താ വരാം. ഇവനാണെങ്കിൽ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തും കൂടിയാണ്. ഞാൻ ചെന്നു, എൻ്റെ ഒരു 2-3 പണിക്കാരൊക്കെ ആയിട്ട് ഞാൻ ഇവൻ്റെ വീട്ടിൽ ചെന്നു. ഞാൻ പണിയൊക്കെ നോക്കിയപ്പോൾ ഏകദേശം ഒരു 2 ദിവസത്തെ പണിയുള്ളൂ. ഇവനാണെങ്കിൽ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തും കൂടി ആയതുകൊണ്ട് ഈ 2 ദിവസത്തെ പണി എന്നുള്ളത് ഞാനൊരു 4 ദിവസത്തേക്ക് ആക്കി. കാരണം എനിക്കും കൂടി ജീവിക്കണമല്ലോ. അങ്ങനെ ഞാനും എൻ്റെ ഈ പണിക്കാരും കൂടി പെയിന്റും ബ്രഷൊക്കെ ആയിട്ട് ഇവൻ്റെ വീടങ്ങ് പെയിന്റ് അടിക്കാനായിട്ട് തുടങ്ങി. മാറിവില്ലിൻ ഗോപുരങ്ങൾ, വെണ്ണിലാവാൽ മച്ചകങ്ങൾ, മോടികൂട്ടാൻ മേടസൂര്യൻ, കാവലാവാൻ മേഘരാത്രി. അങ്ങനെ അവൻ്റെ വീട്ടിൽ ഞങ്ങൾ പെയിന്റിങ്ങും പോളിഷിങ്ങിൻ്റെ ഒക്കെ വർക്കൊക്കെ കഴിഞ്ഞു. ഞാൻ റോയിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ വീട്ടിലൊരു പ്രായമായിട്ടുള്ള ഒരു അമ്മമ്മയുണ്ട്. അമ്മ കിടപ്പിലാണ്. അപ്പോൾ ഇവൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, എടാ എൻ്റെ ഒരു അമ്മമ്മയുണ്ട്, അമ്മക്ക് ഒരു പഴയ അമ്മയുടെയൊക്കെ ഒരു പഴയൊരു പെട്ടി ഉണ്ടാവില്ല ഈ മരത്തിൻ്റെയൊക്കെ, അത് തന്നെ ട്രങ്ക് പെട്ടിയത് തന്നെ, അത് തുണിയൊക്കെ ഇട്ട് വെക്കുന്നത്, അതൊന്ന് പോളിഷ് ചെയ്ത് തന്നെ. അത് കുറച്ച് നാളായിട്ട് തട്ടിൻ്റെ മേളിൽ കിടക്കണേണ്. അമ്മമ്മ പോലും ആ പെട്ടിയുടെ കാര്യം മറന്നുപോയി. അമ്മക്കൊരു സർപ്രൈസ് കൊടുക്കാമല്ലോ, അപ്പോൾ അതൊന്ന് നീ പോളിഷ് ചെയ്തിട്ട് നീ പൊക്കോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ നീ എടുത്തിട്ട് വരൂ. ഞാൻ പോളിഷ് ചെയ്തു, നല്ല പോളിഷൊക്കെ അടിച്ച് നല്ല സൂപ്പർ ആക്കിയപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിയായി.
ഇവൻ പറഞ്ഞു ഞാൻ അമ്മമ്മയുടെ അടുത്തൊന്ന് പോയി പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞു. ഞാൻ അകത്തോട്ട് നല്ല തുള്ളിച്ചാടി അകത്തോട്ട് പോയി. അമ്മയാണെങ്കിൽ കിടന്ന് ഉറങ്ങണായിരുന്നു. അമ്മേനെ തട്ടി വിളിച്ചു, അമ്മേ എന്നിട്ടേ അമ്മേ എന്നിട്ടേ. അപ്പം അമ്മ എന്നാ മോനെ, ആ അമ്മമ്മക്ക് കോൾ അടിച്ചല്ലോ, എന്നാ റോയി, ആ അമ്മക്ക് പുതിയൊരു പെട്ടി അവിടെ അടിച്ചു വെച്ചിട്ടുണ്ടെന്ന്. ഈ അമ്മമ്മ കിടന്ന കിടപ്പിലായ അമ്മമ്മ പതിയെ തല അങ്ങ് പൊക്കിയിട്ട് എന്നൊരു നീട്ടിയൊരു ആട്ട്, എന്നിട്ട് നേരെ റിവേഴ്സ് പോയിട്ട് നീ എനിക്ക് പെട്ടി പണിയാൻ മാത്രം വളർന്നോടാ കുരുത്തം കെട്ടവൻ എന്നും പറഞ്ഞു. അങ്ങനെ അത്ര പെട്ടെന്ന് ഞാൻ മേലോട്ട് പോവില്ലെന്ന് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവൻ മുടിയൊക്കെ സ്പൈക്കായിട്ടിരുന്ന ഇവന്റെ മുടി ഈ അമ്മയുടെ വഴക്ക് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ടൈറ്റാനിക്കിലെ ജാക്കിന്റെ മുടിയുടെ അവസ്ഥയായി. ഇതൊക്കെ കേട്ട് ഇവൻ ആകെ വേർത്ത് കുളിച്ച് പുറത്തോട്ട് ഇറങ്ങി തന്നെയാണ്. കാവടിയും തുള്ളിക്കൊണ്ട് അകത്തോട്ട് പോയാനോന്ന് ഓർക്കണം. തിരിച്ചു വന്നപ്പോഴത്തേക്കും നാക്കിൽ ശൂലം കുത്തിയ അവസ്ഥ, ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും ഇവന്റെ അമ്മ അവിടെ തുണി കഴുകാനുള്ള ഒരു പരിപാടിയിൽ ബക്കറ്റും വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മിക്സിയുടെ ഇടയിൽ കൈ കുടുങ്ങിയ പോലെ ഇങ്ങനെ ഇട്ട് കറക്കിക്കൊണ്ടിരിക്കുക. ഇവനെ കണ്ടപ്പോൾ ഇവന്റെ അമ്മച്ചി അടുത്തോട്ട് വന്നിട്ട് ചോദിച്ചു, റോയി നീ ഈ സോപ്പ് പൊടി നീ എവിടെ നിന്ന് മേടിച്ചിട്ട് വന്ന്? എന്നെ അമ്മച്ചി കാര്യം എന്നാ? എടാ ഇതിനൊട്ടും പത വരുന്നില്ലടാ, ഞാൻ എത്ര ഇട്ട് കലക്കിയിട്ടും പത വരുന്നില്ല, ആ കടക്കാരനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവനാകെ എല്ലാം കൂടി അമ്മമ്മയുടെ വഴക്ക്, അവിടെ നിന്ന് വോയിസ് ഓവർ ഇടക്ക് വരുന്നുണ്ട്, അമ്മയുടെ വെട്ടി എന്നും പറഞ്ഞ് വരുന്നുണ്ട്, അമ്മയുടെ വഴക്ക്. ഇവന് ആകെ പ്രാന്തായിട്ട് അമ്മേ അമ്മക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അപ്പച്ചന് ഇരിപ്പുണ്ട്, അപ്പച്ചനോട് പറഞ്ഞു ഞാൻ പോണേന്ന് പറഞ്ഞു. അവനങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പച്ചൻ പതിയെ എന്നാ അടിയെ എന്നാ പ്രശ്നം എന്നാ കുറേ നേരം ആയല്ലോ എന്ന് ചോദിച്ചു. അപ്പം അമ്മച്ചി പറഞ്ഞു അവൻ സോപ്പൊടി മേടിച്ചോണ്ട് ഈ സോപ്പൊടിക്ക് ഒട്ടും പതയില്ല മനുഷ്യ എന്ന് പറഞ്ഞു. പതയില്ലേ, എന്നാൽ നീ ആ സോപ്പൊടിയുടെ ആ പാക്കറ്റിങ് എടുത്തുകൊണ്ട് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം അമ്മച്ചി പോയിട്ട് പാക്കറ്റിങ് എടുത്തുകൊണ്ട് വന്നു അപ്പച്ചൻ്റെ കൊടുത്തു. അപ്പച്ചൻ ഇങ്ങനെ പാക്കറ്റ് ഇട്ട് നോക്കിയിട്ട് അമ്മച്ചീനെ ഇങ്ങനെ കണ്ണട ഇങ്ങനെ താത്തിയിട്ട് അമ്മച്ചീനെ നോക്കിയിട്ട് ഒരു ചിരിച്ചിട്ട് അമ്മച്ചി അപ്പം എന്നാ ചിരിക്കണേ, എന്നാ പുട്ടിൻ്റെ പൊടിയെടുത്ത് കലക്കിയിട്ട് പത വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന്. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു കല്യാണത്തിന് പോവുകയാണ് ഞങ്ങൾ. കല്യാണത്തിന് പോയി കഴിഞ്ഞപ്പോൾ അത് മൂവാറ്റുപുഴ ഭാഗത്താണ് ആ കല്യാണം. റബ്ബർ തോട്ടവും വീടുകളൊക്കെ കുറവാണ്, കടകൾ കുറവാണ്. അപ്പം അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എൻ്റെ ബൈക്കിൽ ഇങ്ങനെ സദ്യയൊക്കെ കൊണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുക, ഞാനീ റോയും കൂടി. അപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ വന്നിട്ട് ആ ചേട്ടൻ്റെ കാലിൽ ഇങ്ങനെ പ്ലാസ്റ്റർ ഇട്ടുണ്ട്, എന്തോ ആക്സിഡൻറ്റ് പറ്റിയിട്ട്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പതിഞ്ഞുണ്ട് ഇങ്ങനെ ഞങ്ങളുടെ അടുത്തോട്ട് വന്നു. മോനെ ഒരു പാക്കറ്റ് സിഗരറ്റും ഒരു തീപ്പെട്ടിയും മേടിച്ചു തരാമോ, ചേട്ടൻ നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, കടകളൊന്നും ഇവിടെയില്ല, നിങ്ങൾക്കാകുമ്പോൾ ബൈക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതന്നെ എന്താട്ടാ ഞങ്ങൾ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകുന്നു. ഞാൻ റോയി പുറകിലിരിപ്പുണ്ട്, റോയി ആയിട്ട് പോകുന്നു. ഇവിടെ ഒരു പെട്ടിക്കടയുണ്ട്, തൊട്ടിപ്പുറത്തൊരു പോസ്റ്റ് ഓഫീസും ഉണ്ട്. ഇപ്പുറത്ത് തന്നെ ഒരു ബസ് സ്റ്റോപ്പും അവിടെ കുറേ ഇതുപോലെ നല്ല സുന്ദരികളായ പെൺകുട്ടികൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ബൈക്ക് ഞാൻ അവിടെ കൊണ്ട് നിർത്തി, ഇവൻ ആ പെൺകുട്ടികളെ നോക്കി ഇങ്ങനെ ഒറ്റ ഇറക്കം ഇറങ്ങിയതാ, ജീൻസിൻ്റെ അടി വട്ടം അങ്ങ് കീറിയിട്ട് ഇവനിങ്ങനെ നിന്നിട്ട് എന്നോട് ചോദിക്കുക എന്തൊക്കെയുണ്ട് വിശേഷം. ഞാൻ ചോദിച്ചു എന്താ അല്ല എന്തൊക്കെയുണ്ട് വിശേഷം, എടാ നീ പോയി സിഗരറ്റ് മേടിച്ചിട്ട് വേടാന്ന് പറഞ്ഞു. അപ്പം നേരെ ചെന്ന് കയറിയത് എങ്ങടാന്നറിയാമോ, പോസ്റ്റ് ഓഫീസിൻ്റെ അകത്തോട്ടാണ്. നേരെ ചെന്ന് പോസ്റ്റ് ഓഫീസിൻ്റെ അകത്തോട്ട് ചെന്നിട്ട് നോക്കിയപ്പോഴത്തേക്കും പോസ്റ്റ്മാൻ അവിടെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവൻ്റെ മൈൻഡിൽ പലചരക്കട എന്ന് വിചാരിച്ചിട്ട് പോസ്റ്റ്മാനോട് ചോദിക്കുക പാക്കറ്റ് സിഗരറ്റ് ഒരു തീപ്പെട്ടിയും തരാൻ. പോസ്റ്റ്മാൻ എന്ത് മണ്ടനാന്ന് നോക്കിക്കോണേ. പോസ്റ്റ്മാൻ ചാടി എന്നിട്ട് പറയുക അഡ്രസ്സും ഫോൺ നമ്പറും തരുവാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച പോസ്റ്റ് വഴി അയച്ചു തന്നേക്കാം. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവനും കൂടി റോട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇവന് ചെറിയൊരു പെണ്ണോട് ഒരു ഇഷ്ടമുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു എടാ എനിക്കൊരു പെൺകൊച്ചിനെ ഒരു ചെറിയ ഇഷ്ടമുണ്ട്, അപ്പം അതിനൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന്. ഞാൻ വെച്ചു അതിനെന്താ കുഴപ്പമില്ല, അതൊരു ഫർണിച്ചർ വർക്ക്ഷോപ്പിലാണ്. ഫർണിച്ചർ വർക്ക്ഷോപ്പിലാണെങ്കിൽ ഞാൻ പൊളിക്കും, ഫർണിച്ചറിനെ കുറിച്ച് എനിക്ക് എല്ലാം അറിയാമല്ലെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പെണ്ണ് ഫർണിച്ചർ വർക്ക്ഷോപ്പിലിരിക്കുന്നു. ഞാനും ഇവനും കൂടി നേരെ കയറി അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും പെൺകുട്ടി ഇങ്ങനെ വന്നു. അപ്പം ഞാനിങ്ങനെ കസേര കട്ടിലൊക്കെ ഉണ്ട്. ഞാനാണെങ്കിൽ പോളിഷ് പണിക്കാരനാണല്ലോ, മരത്തിൻ്റെ എല്ലാം അറിയാം. ഞാനാണെങ്കിൽ കട്ടിലിട്ട് ഇങ്ങനെ കൊട്ടിയിട്ട് തേക്കാണല്ലേ, ഇല്ല ഏട്ടാ അത് ആഞ്ഞില തേക്ക് പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി എൻ്റെ പണീനെക്കുറിച്ച് കൂടുതൽ പറയണമെന്നുണ്ട്, പക്ഷേ സ്ഥിരമായിട്ട് പണിയില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇത്രേ പറയാനുള്ളൂ. താങ്ക് യു. നല്ല രസമുള്ള നിങ്ങൾക്ക് അനുഭവ പരിചയമുള്ള നിങ്ങൾ ചെന്ന സ്ഥലങ്ങളിലൂടെയുള്ള തമാശകളാണ് പറഞ്ഞത്. വളരെ പതുക്കെ സമയമെടുത്ത് ഓരോ കഥകളായി ഓരോ കഥയ്ക്കും ഓരോ ക്ലൈമാക്സ് വെച്ച് എനിക്ക് തോന്നി ആ യാത്രാ വഴിയിലൊക്കെ കുറച്ചുകൂടെ തമാശകൾ വേണേ ആകാമായിരുന്നു തോന്നി. എങ്കിലും നിങ്ങളുടെ പ്രകടനം വളരെ ഗംഭീരമായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. എൻ്റെ ചേട്ടൻ പെയിന്റിങ്ങും പോളിഷിങ്ങും തന്നെയാണ്, ശരിക്കും നടന്ന കഥയല്ല. അതെല്ലാം ഓരോരോ സ്ഥലത്ത് നടന്ന കഥകളാണ്. പുട്ടുപൊടിയുടെ മാത്രമാണ് ആ ചേച്ചിക്ക് ശരിക്കും നടന്നതാ. ആണോ? ശരിക്കും നടന്നതാ. ഞാൻ ഈ അമ്മമ്മയുടെ ഒരു കേസ് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് ഇവന് ഇറങ്ങി വരുമ്പോ കറക്റ്റ് ആയിട്ട് സംഭവം നടന്നതാ. ആ ചേച്ചിക്ക് പുട്ടിന്റെ പൊടിയുടെ പാക്കറ്റ് മാറിപ്പോയിട്ട് ഇട്ടിട്ട് കലക്കിക്കൊണ്ടിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു. അതൊക്കെ നല്ല രസമുള്ള കോമഡീസ് ആയിരുന്നു, എല്ലാവരും അത് എൻജോയ് ചെയ്തു. എന്തായാലും വന്നതിലും പെർഫോം ചെയ്തതിലും ഒരുപാട് സന്തോഷം.
കീപ് ഇറ്റ് അപ്പ് ആൻഡ് വീണ്ടും കാണാം. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ ഈ പരിപാടി ചെയ്യാൻ പറ്റിയതിൽ. ഒരുപാട് ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫണ്ട്സ് അപ്പോൺ എ ടൈം ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഓഡിയൻസിന്റെ ഇടയിൽ ഞാൻ ഉണ്ടായിരുന്നു. നിങ്ങൾ വന്നിരുന്നിട്ടുണ്ടോ? അയ്യോ, അതൊരു വലിയ കാര്യമാണ്. ഓഡിയൻസ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നിരുന്നായിരുന്നു. എന്നിട്ട് ഇവിടുന്ന് ടെക്നിക്കുകൾ പഠിച്ചോണ്ട് പോയി. നമ്മള് പണ്ടൊക്കെ പറയായിരുന്നു പകല് സാധാരണ വേഷത്തിൽ വന്ന് വീടിന്റെ വാതിലൊക്കെ നോക്കി വെച്ചിട്ട് രാത്രി കാക്കാൻ കയറും. അതേപോലെ ഇവിടെ ആദ്യം വന്ന് ഓഡിയൻസ് ആയിട്ടിരുന്ന് എല്ലാം കണ്ടു പഠിച്ചിട്ട് കുഴപ്പമില്ല. അപ്പൊ എന്റെ ജീവിതത്തിലുള്ള കുറച്ച് തമാശകൾ ഇങ്ങനെ പറയാം എന്നുള്ളത്. അതുകൊണ്ടല്ല എനിക്ക് ഈ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞാൽ എന്റെ മൈൻഡിൽ എന്താന്ന് ശരിക്കും അറിയില്ലായിരുന്നു. ഒന്ന് കണ്ട് പഠിച്ചിട്ടൊന്ന് കയറുന്നല്ല എന്റെ ഒരു ശരി. ഇവിടെ തന്നെ ഇവിടെ നേരിട്ട് വന്ന് കണ്ടു പഠിച്ചിട്ട് അങ്ങ് പോയി പുള്ളി. നിങ്ങളൊരു ഏകലവ്യനാണ്. നിങ്ങൾ ഒളിച്ചിരുന്ന് കാര്യങ്ങൾ പഠിച്ച് എല്ലാം ചെയ്തു. അവസാനം ഡയാനയുടെ വിരൽ വെട്ടിത്തരാൻ മാത്രം പറയരുത് കേട്ടോ. ഒരിക്കലും എന്തായാലും വളരെ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. ഇവിടെ വന്ന് ഒബ്സർവ് ചെയ്ത് എല്ലാം കണ്ടുപഠിച്ചു വീട്ടിൽ തന്നെ എത്തി. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് പെർഫോമിംഗ് ഹിയർ. സുരഭി, എന്റെ ഇടത്തെ കണ്ണ് തുടിക്കുന്നുണ്ട്, എന്താണെന്നറിയത്തില്ല. ഇടത്തെ കണ്ണ് ആണുങ്ങൾക്ക് നല്ലതാണ്. നല്ല എന്തോ ഒരു നല്ല കാര്യം വരാൻ പോകുമ്പോഴാണ് ഇടത്തെ കണ്ണ് സാധാരണയായിട്ട് തുടിക്കുക. പെണ്ണുങ്ങൾക്ക് വലത്തെ കണ്ണ്. ഞാൻ മൈഗ്രെയിൻ കൊണ്ട് തുടിക്കുന്ന കാര്യം പറയും. ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങളായിട്ട് വരല്ല. ഇടത്തെ കണ്ണ് തുടിച്ച് എന്ത് നല്ല കാര്യം വരും എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഒരച്ഛന്റെ സ്നേഹം. അത് കുഴപ്പമില്ല. വന്നോ എന്തോ പറ്റി മാമ? വിശാരടി, എന്തോ ഞാനൊരു പരാജയമാണ് വിശാരടി, പക്കാ പരാജയം. എന്തേ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാവാൻ? ഞാൻ എഴുതി വെച്ച 1000-ഓളം കവിതകള് ഒരു പട്ടി കടിച്ചുകൊണ്ട് പോയി. 1000 കവിത ഇവിടെ പാടാനുണ്ടായിരുന്നല്ലേ? പാടാനുണ്ടായിരുന്നത്. അയ്യോ, ഇപ്പൊ സുരഭി പറഞ്ഞതിൽ എനിക്കൊരു വിശ്വാസം വന്നു തുടങ്ങിട്ടോ, എന്തോ നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത്. 1000 കവിത പോയി, 1000 എണ്ണം കടിച്ചുകൊണ്ട് പോയി. അയ്യോ, സൂപ്പർ ആയില്ലേ അത്. അതിന്റെ കൂട്ടത്തില് ഞാനിവിടെ അടിക്കേണ്ട കുറച്ച് കൗണ്ടറുകൾ കൂടി ഉണ്ടായിരുന്നില്ല. ഈ ഫ്ലോറിൽ കൊണ്ട് അടിക്കാൻ വേണ്ടി 5-8 കൗണ്ടർ എഴുതിയായിരുന്നെ. ആ ചീഞ്ഞ സാധനം കണ്ട പട്ടി കൊണ്ടുപോകും. പിന്നെ ഈ കടിച്ചുകൊണ്ട് പോയ കൂട്ടത്തിൽ ആ ഒരു ദേഷ്യത്തില് ഞാൻ ഈ പട്ടിനെ ഓർത്തിട്ട് അവിടെ വെച്ച് എനിക്ക് അരിശം കയറി കവിത ഞാൻ എഴുതി. സോമന്റെ ചതി എന്നും പറഞ്ഞിട്ട്. സോമൻ എന്നാണോ ആ പട്ടിയുടെ പേര്? അല്ല, പട്ടിക്ക് അങ്ങനെ എന്തോ പറയുമല്ലോ. ശോനൻ. ശോനൻ. അത് ശ്വാനൻ. ഓർത്തിട്ടും സങ്കടം സഹിക്കാൻ പറ്റുള്ള. ഏതൊക്കെ കവിതകളായിരുന്നു അതിലുണ്ടായിരുന്നത്? കുറെ കവിതകൾ ഉണ്ടായിരുന്നു. അതില് ഉണ്ടായിരുന്നെന്ന് വെച്ചാല് നമ്മുടെ കുട്ടിക്കുള്ളിലെ കൊട്ടത്തേങ്ങ. കുട്ടിക്കുള്ളിലെ കൊട്ടത്തേങ്ങ എന്ന് പറഞ്ഞൊരു കവിത, ലേറ്റസ്റ്റ് കവിത. അത് ആരെ പറ്റി? അത് ഡയാനെ കുറിച്ച്, ഡയാന്റെ മുഖത്തിടുന്ന പുട്ടിയില്ലേ, അതിനെ കുറിച്ചുള്ളൊരു കവിതയായിരുന്നു. പിന്നെ രണ്ടാമത് അസ്ഥാനത്തടിക്കുന്ന കൗണ്ടറുകളുടെ. അതാരെ പറ്റിയുള്ള കവിതയാ? അത് പിഷാരയുടെ ഉദ്ദേശിച്ച് ഞാൻ എഴുതിയായിരുന്നു. അത് രണ്ടും എടുത്തുകൊണ്ട് പോയി. പറഞ്ഞത് പട്ടിക്ക് അറിയാം അങ്ങനത്തെ സാധനങ്ങൾ പട്ടി കൊണ്ടുപോകും നിങ്ങളിവിടെ പാടിക്കാനായിട്ട്. ഈ കവിത തിരിച്ചു മേടിച്ചു തരാൻ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഉണ്ടാവും നിങ്ങളുടെ ഭാഗത്ത്? ഒരു കാര്യം ചെയ്യാം. സുരഭിക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ പരിചയമുണ്ടല്ലോ. പരിചയമുണ്ട്. ഞാൻ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഒക്കെയാ പഠിച്ചത്. അതപ്പോ അവിടെ നമുക്കൊന്ന് അവിടെ സംസാരിക്കാം. ഞാനൊന്ന് പോലീസിലും കളക്ടറേറ്റിലും കമ്മീഷൻ ഓഫീസറൊക്കെ ഒന്ന് വിളിച്ച് പറയാം. കാര്യങ്ങൾ ഞാൻ വിളിച്ച് പറയാം. അതൊന്ന് വിളിച്ച, കാരണം അത് ആ പട്ടി ആ കവിതയും കൊണ്ട് റോട്ടിൽ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഞാൻ ഓർഡർ എടുക്കാം. അത് കണ്ടുപിടിച്ച് അവിടെ ഇട്ട് തന്നെ നശിപ്പിച്ച് കളയാൻ. ആ കവിത മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാനായിട്ട് ഞാൻ പറഞ്ഞോളാം. ആ കവിത എങ്ങാൻ പുതിയ പിള്ളേരുടെ കയ്യിലെങ്ങാൻ കിട്ടിയ പിള്ളേരുടെ ഭാവി എന്താവും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതുവരെ? പക്ഷെ ഇതുകൊണ്ടൊന്നും ഞാൻ തളരില്ല. സാധനം ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ശരിയാക്കി തരാം. റഫ് എഴുതിയത് എന്തോ ഉണ്ട് കയ്യിൽ. ഞാൻ നിങ്ങളെ പാടിക്കപ്പിച്ചിട്ട് ബോൾ ഇടുന്നു. മ്യൂസിക് ഫോളോ ചെയ്തേ കേട്ടോ. പുഴയൊഴുകി കര കവിഞ്ഞൊഴുകി, പുഴയൊഴുകി കര കവിഞ്ഞൊഴുകി, കരയിലെ വീടുകൾ
കടപുഴകി പുഴയൊഴുകി കര കവിഞ്ഞൊഴുകി കരയിലെ വീടുകൾ കടപുഴകി പുഴയിലൊഴുകുന്ന പഴയമീനേ നിന്റെ മുതുകത്തെ മുള്ളിൻ്റെ വലിപ്പമെത്ര പുഴയിലൊഴുകുന്ന പഴയമീനേ നിന്റെ മുതുകത്തെ മുള്ളിൻ്റെ വലിപ്പമെത്ര നിന്റെ തൂക്കമെത്ര പറയുവാൻ മടിയാണെങ്കിൽ പിടിച്ചെടുക്കും നിന്നെ പറത്തെടുക്കും പിന്നെ വയറ്റിലാക്കും എൻ്റെ വയറ്റിലാക്കും പുഴയൊഴുകി കര കവിഞ്ഞൊഴുകി കരയിലെ വീടുകൾ കടപുഴകി കൊള്ളാം. ഇതുപോലത്തെ കവിതയാണോ പട്ടി കൊണ്ടുപോയത്? അത് ഇതിലും നല്ലതായിരുന്നു. പട്ടിയുടെ ഒരു അവസ്ഥ. Moving on to our next segment, Excellence Award. നമുക്കറിയാം കലാരംഗത്ത് പ്രത്യേകിച്ചും ഹാസ്യകലാരംഗം, അഭിനയം, എഴുത്ത്, സംഗീതം, അവതരണ കല, സ്റ്റേജ് ഷോകൾ എന്നിവയിലെല്ലാം വിലയേറിയ കോൺട്രിബ്യൂഷൻസ് നൽകിയ കലാകാരന്മാരെ, പ്രത്യേകിച്ചും കാലം മികവുറ്റത് എന്ന് തെളിയിച്ച അല്ലെങ്കിൽ ആസ്വാദക ഹൃദയങ്ങളിൽ ചേക്കേറിയ അവയിൽ തരംഗം സൃഷ്ടിച്ച കലാകാരന്മാരെയാണ് ഈ സെഗ്മെന്റിൽ നമ്മൾ ആദരിക്കുന്നത്. അപ്പോൾ ഇവയിലെല്ലാം ഞാൻ ഈ പറഞ്ഞ വിശേഷണങ്ങളെല്ലാം നമുക്ക് നൽകാവുന്ന, ഇവയിലെല്ലാം മികവ് പുലർത്തിയ നമുക്ക് ഇവർക്കും പ്രിയങ്കരനായ ഒരു കലാകാരനെയാണ് ഇപ്പോൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. നിറഞ്ഞ കൈയടികൾ നൽകിക്കൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ജോയ് ജോൺ. ചേട്ടാ നമസ്കാരം. 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 വളരെ സന്തോഷമുണ്ട്. കാരണം പിഷുവിനെയും സുരഭിയെ കാണാൻ പറ്റുക. പിന്നെ ഹരിയുടെ ആദ്യകാല സ്റ്റാൻഡപ്പ് കോമഡി ഷോയുടെ അവതാരകൻ ഞാനായിരുന്നു. അതെ, അത് ഇവിടുന്ന് ബാക്കിയിട്ടൊരു വണ്ടി 15 വർഷമെങ്കിലും പുറകോട്ട് ഓടിക്കണം. അതല്ല, ഞാനുണ്ടതില്, ഹരിയുണ്ട്, ഞങ്ങളൊക്കെ കൂടെ ഒരു വേറൊരു ചാനലില് ഒരു ഇതേ സ്വഭാവമുള്ള ഒരു പരിപാടി. അന്ന് അതിൽ ആദ്യമായിട്ട് വന്ന ഒരുപാട് പേര് ഇന്ന് വളരെ ആക്റ്റീവായിട്ടുള്ള കലാകാരന്മാരാണ്, വലിയ വലിയ താരങ്ങളാണ്, ഒരുപാട് താരങ്ങളാണ്. അതിൽ വന്ന ആളാണ് പാലേരി മാണിക്യത്തിൽ പൊക്കനായിട്ട് അഭിനയിച്ച ശ്രീജിത്ത് കൈവേലി, നോബി മാർക്കോസ്, ശശാങ്കൻ മയ്യനാട്, ഒരുപാട് പേര് അന്ന് വന്ന ലാൽബാബു ഒക്കെ ഒരുപാട് പേര് വന്നിട്ടുള്ള പരിപാടിയാണത്. ആ പരിപാടിയുടെ അവതാരകനാണ് ജോയ് ചേട്ടൻ. അന്ന് ഇന്നും ജോയ് ചേട്ടൻ വളരെ വിലപിടിപ്പുള്ള തിരക്കുള്ള ഒരു അവതാരകനാണ്. ഒരുപാട് അത്യാവശ്യം നല്ല വിലപിടിപ്പുള്ള വിളിച്ചു നോക്കിയാൻ അപ്പൊ അറിയാം. അവിടെ തൊട്ട് ജോയ് ചേട്ടാ എന്താ ഏറ്റവും പുതിയ വിശേഷങ്ങൾ പറയൂ. ഞാൻ 20-22 വർഷമായിട്ട് ചുമരിൽ എഴുതി വെച്ചിരുന്ന അവതാരകൻ എന്ന പേര് അങ്ങോട്ട് താത്തു വെച്ചു. അതിനുശേഷം ഇപ്പോൾ ആക്ടർ എന്നൊരു ലെവലിലേക്ക് അറിയാം. അതിന് കാരണമായത് ഞാനൊരു 10-27 സിനിമകളിൽ പണ്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ആ സിനിമകളുടെയൊക്കെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പനിയുള്ളവരൊക്കെ ആ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ എന്നെ കാണാൻ പറ്റുകയില്ല. ഒറ്റ തുമ്മലിലൊക്കെ ഞാൻ അപ്രത്യക്ഷമാകുമായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് സൂരജ് ടോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധായകൻ, അത് സിനിമയുടെ പേര് രസമാണ്, കൃഷ്ണൻകുട്ടി പണി തുടങ്ങി. പക്ഷെ അതോടുകൂടി എനിക്ക് പണി കിട്ടി തുടങ്ങി, അത്യാവശ്യം സിനിമകൾ വന്നു തുടങ്ങി വരുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം. കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്ന് പറയുന്നത് ഒരു OTT പ്ലാറ്റ്ഫോമിലാണ് ആ സിനിമ റിലീസ് ആയതെങ്കിലും അതിനൊരു പ്രിവ്യൂ ഇട്ടു. ആ പ്രിവ്യൂ കാണാൻ പോയി. അതിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്റെ സുഹൃത്തുണ്ട്, ഒരുപാട് സുഹൃത്തുണ്ട്. സൂരജ് ഇതിന്റെ സംവിധായകൻ എന്റെ സുഹൃത്താണ്. ഞാൻ ആ പടം കാണാൻ പോയി. പുള്ളിയെ കണ്ടു, ജോയി ചേട്ടനെ കണ്ട് ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുത്ത് വർത്താനം പറഞ്ഞു. 2-2.5 മണിക്കൂർ പടം കണ്ടു. പടം കണ്ട് ഇറങ്ങിയ ശേഷം രാത്രി ഫോണിൽ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് പുള്ളി ചോദിച്ചു. ഞാൻ പുള്ളിയോട് കുറെ നേരം സംസാരിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ ഏത് വഴിയാ വന്നേന്ന് ചോദിച്ചു. അവിടെ നമ്മളൊരു കല്യാണത്തിന് വരുമ്പോൾ ചെറുക്കൻ വീട്ടുകാരാണോ പെണ്ണ് വീട്ടുകാരാണോ എന്നൊക്കെ പറയുന്നവരെ ചോദിച്ചു. പുള്ളിയോട് ചോദിച്ചു, നിങ്ങൾ ഏത് വഴിക്കാണ് ആ പ്രിവ്യൂ ഷോയ്ക്ക് വരാനുണ്ടായ കാരണം? പുള്ളി പറഞ്ഞു, എടാ ഞാനതിൽ അഭിനയിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു. ഇത്രയും ആത്മബന്ധമുള്ള ഞാൻ 2.25 മണിക്കൂർ കണ്ടിട്ടും അത്രയും വലിയൊരു വേഷം ആ പടത്തിൽ ചെയ്തത് ജോയ് ചേട്ടനാണെന്ന് എനിക്ക് മനസ്സിലായി പോലുമില്ല. അതുപോലൊരു ഗെറ്റപ്പിൽ അതുപോലൊരു പ്രകടനമാണ് അദ്ദേഹം ആ പടത്തിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. അത് തുമ്മിയെ തെറിച്ചു പോകുന്ന വേഷമായിട്ടല്ല, വലിയ വേഷം, മുഴുനീളമുണ്ട്, ഒരു കണ്ണടയൊക്കെ വെച്ച്. എനിക്ക് എന്തോ വേറെ ഒരു മുടിയും വേറൊരു മുഖവും ഇത്ര ബന്ധമുള്ള ആളെ എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. അതുപോലത്തെ ഒരു പ്രകടനം കാഴ്ച സിനിമയിൽ. സാനിയ അയ്യപ്പന്റെ പപ്പയായിട്ടോ ശ്രീലങ്കൻ കഥാപാത്രമായിട്ടാണ്. രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് മാറിയിട്ടായിരിക്കും, രാജ്യം മാറിയത് കൊണ്ടായിരിക്കാം പിഷുവിന് ആളെ അതുകൊണ്ടാണ്. അല്ല, എനിക്കതുണ്ട്, കൂടെ കിടന്നുറങ്ങി അവന് പോലും എന്നെ മനസ്സിലായിട്ടില്ല. അപ്പോ
ഈ സിനിമ ചെന്നപ്പോൾ അയാൾ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ജോയി ഇല്ല. കാരണം നിങ്ങളെ 22 വർഷമായിട്ട് ആൾക്കാർക്ക് നിങ്ങളുടെ ജസ്റ്റേഴ്സ് അറിയാം, നിങ്ങളുടെ നോട്ടം അറിയാം, നിങ്ങളുടെ സംഭാഷണം അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞ സന്തോഷം. പക്ഷെ ഒറ്റ കുഴപ്പത്തിൽ കൊണ്ടുപോയി ആദ്യം മുടിയാണ് ഇത്രയും ഭാഗത്ത് കഷണ്ടിയാക്കി മീശ എടുത്തു കഴിഞ്ഞു. ഈ സിനിമ സെറ്റ് ചെല്ലുമ്പോൾ എനിക്ക് വളരെ പരിചയ ആൾക്കാർ എന്നെ ആൾക്ക് മനസ്സിലാവുന്നില്ല. ഞാനവിടെ നിൽക്കുന്നുണ്ട്, ഒരു ചിരിയൊക്കെ ചിരിക്കും. ഹായ് സാനിയ എന്ന് പറഞ്ഞ നടി പോലും ഒരു 4 ദിവസം കഴിഞ്ഞ് വിഷ്ണു എൻ്റെ ഒരു ഫേസ്ബുക്കിൽ വന്നൊരു വീഡിയോ കാണിച്ചപ്പോൾ ഇത് മറ്റേ വാൽക്കനാടിലെ ജോയിച്ചേട്ടനല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ പുള്ളിയല്ലേ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ സാനി എന്നെ ഒരു നോട്ടം നോക്കി. 4 ദിവസം അഭിനയിച്ചു കഴിഞ്ഞിട്ട്. കാരണം മീശ വടിച്ച് മുടി വടിച്ച് ഞാൻ ചോദിക്കണമെങ്കിലും ആലോചിച്ച് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ആ ലെവലിലുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചതാണ്. ഗംഭീര പ്രകടനമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറെ സിനിമകളൊക്കെ കിട്ടി. പിന്നെ അതിനുശേഷം ആ സിനിമ പപ്പേട്ടൻ നമ്മുടെ പത്മകുമാർ കണ്ടു. 10ാം അളവിലൊരു നല്ല മഹേഷ് വേഷം ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളുടെ വിജേഷ് എന്നെ വിളിച്ചു, നമ്മളുടെ നാദൃശേഖയുടെ അസോസിയേറ്റ്. ഇപ്പൊ ഇന്നലകൾ എന്നൊരു സിനിമ ചെയ്തു. അതിനുശേഷം കൃഷ്ണൻകുട്ടിയുടെ തന്നെ ടീമിന്റെ ശലമോൻ അതിന്റെ ഷൂട്ട് കഴിഞ്ഞു. പിന്നീട് ഒരു ഓഫ് ബീറ്റ് മൂവി തൂലിക എന്നൊരു പടം നടക്കുന്നു. അല്ല ഇങ്ങനെ അത് ഞങ്ങൾക്കൊന്നും ഇത്ര പടമില്ല, ഞങ്ങൾക്ക് അസൂയ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ വേദനിപ്പിച്ചില്ല. പടം മാത്രമേ ഉള്ളൂ, പടം പാത്രത്തിലില്ല എന്നാണോ ഉദ്ദേശിച്ചത്? അല്ല, അത് ഞങ്ങള് വക്കീലന്മാര് പറയാറുണ്ട്, ആദ്യം കേസും ഇല്ല ഫീസും ഇല്ല, പിന്നെ കേസുണ്ട് ഫീസില്ല. ഇപ്പൊ ഞാൻ ആ അവസ്ഥയിലാണ്, കേസുണ്ട് ഫീസില്ല. അപ്പൊ ഞങ്ങള് വക്കീല്, പുള്ളി അഡ്വക്കേറ്റ് ആണ് കേട്ടോ. അഡ്വക്കേറ്റ് ആണ് പുള്ളി. കാര്യങ്ങളൊക്കെ ചെയ്യെങ്കിലും ജോയി ജോൺ ഒരു അഡ്വക്കേറ്റ് ആണ്. ഞാൻ കേട്ടിട്ടുണ്ട് ചാക്കോച്ചൻ ഒരു കോളേജിൽ ഫംഗ്ഷന് പോയപ്പോൾ ആ കോളേജിലെ ആ ഫംഗ്ഷന്റെ സംഘാടകരിൽ ഒരാളായിട്ട് പ്രിയയെ കണ്ടിട്ടാണ് പ്രണയിച്ച് വിവാഹം കഴിച്ചെന്ന് കേട്ടിട്ടുണ്ട്. അതേപോലെ ജോയി ഒരു ഫംഗ്ഷന് കോളേജിൽ പോയിട്ട് അവിടുത്തെ ആർട്സ് ഓഫ് സെക്രട്ടറിയെ പ്രേമിച്ച് കെട്ടിയിട്ടുള്ള ആളാണെന്നാണ്. എന്റെ ഭാര്യ നിഷ പിഷുവിന്റെ അടുത്ത സുഹൃത്താണ്. അപ്പൊ എനിക്ക് അത്യാവശ്യം ഇപ്പം കോമഡി കണ്ടന്റ് വരുന്ന അദ്ദേഹമാണ്. അമ്മാതിരി കണ്ടന്റ് മേക്കറാണ്. എന്നെ ആ പരിപാടിക്ക് തന്നെ ആ ഫംഗ്ഷന് തന്നെ പോകേണ്ടിയിരുന്നാന്ന് തോന്നിപ്പോയി. കാരണം ഒരു കോളേജിൽ, ഞാൻ പഠിച്ച കോളേജിൽ ആർട്സ് ഇനാഗുറേഷൻ എന്നെ വിളിക്കുന്നു. അന്നാണ് ഞാൻ ഒരു വലിയ പാഠം ഇവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടത്. ഒരു കാരണവശാലും ഒരു കോളേജിൽ നമ്മൾ നേരത്തെ ഒരു ഫംഗ്ഷന് പോകരുത്. 10 മണിക്ക് വിളിച്ചാൽ 11 മണിക്കേ ചെല്ലാവൂ. 10 മണിക്ക് ചെന്നതിന്റെ പേരിൽ ആണ് ആ ട്രോഫി എന്റെ തലയിലായി. നിഷയൊക്കെ നല്ല ജോവിലായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നല്ല തമാശ ഇഷ്ടപ്പെടുന്ന, തമാശയൊക്കെ പറയുന്നവരാണ് ജോയിച്ചേട്ടന്റെ ഭാര്യയും. വേറെ സിനിമകൾ വിട്, വേറെ ബാക്കി പരിപാടി എത്ര വർഷം? 22 വർഷമായി പരിപാടിയിൽ വന്നിട്ട്. അങ്ങനെയൊക്കെ പറയാം. ഇനി ജോയിച്ചേട്ടന് ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ ജോയിച്ചേട്ടൻ മിമിക്രി അവതരിപ്പിക്കാനൊക്കെ പോയിട്ടുണ്ടോ? ഏറ്റവും രസകരമായ ഒരു ചോദ്യമാണ് വിഷു. ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് പോലും അറിയില്ല. ഞാനൊരു 90 തുടങ്ങി ഏകദേശം അഡ്വക്കേറ്റ് കോട്ട് ഇടുന്നത് വരെ പ്രൊഫഷണൽ മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. ഒരുപാട് കൊച്ചിൻ ഹരിശ്രീ അടക്കമുള്ള ടീമുകളിൽ. എന്റെ കൂടെ കളിച്ചിട്ടാണ് നിങ്ങളുടെ കേശവ മാമൻ. നിങ്ങളൊരു ട്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ കോട്ടയം വില്യംസിന്റെ ഗ്രൂപ്പില് ഞാൻ കൂട്ടിക്കൽ ജയചന്ദ്രൻ ഉണ്ടായിരുന്ന ഗ്രൂപ്പിലുണ്ടായിരുന്നു. വക്കീലതിന് ശേഷം പിന്നെ എനിക്കൊരു രസകരമായ അനുഭവം എൻ്റെ ജീവിതത്തിൽ വക്കീൽ പണിക്കിടയുണ്ടായി. ഞാൻ ഒരു ചാനലിൽ ഒരു ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു കേസ് അപ്പിയർ ചെയ്യാൻ വേണ്ടി ഞാൻ കോടതി ചെന്നിരിക്കുകയാണ്. അപ്പോൾ അത് ഭയങ്കര ടെററായിട്ടുള്ളൊരു CJM ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ സീനിയർ പണി തന്നതെന്ന് എനിക്കറിയാം. ഒരിക്കലും ഹാജരാവാത്തൊരു പ്രതിയുടെ കേസ് ഫയൽ എനിക്ക് തന്നു. അതായത് പോയി അക്യൂസ്ഡ് ആബ്സെന്റ് എന്ന് പറഞ്ഞാൽ മതി, വേറെ ഒന്നുമില്ല, പ്രതി വന്നിട്ടില്ല. പക്ഷെ എനിക്കറിയില്ല ഞാൻ ഈ കൊണ്ടുപോകുന്ന കേസ് ഒരിക്കലും കോടതി ഹാജരാവാത്ത ഒരു ഇന്റർനാഷണൽ കസ്റ്റഡിയായിരുന്നു. അയാളെ കൊണ്ട് ഏത് വക്കീൽ എന്ന് കഴിഞ്ഞാലും ജഡ്ജി തന്തയ്ക്ക് വിളിക്കും. ഞാനൊന്നും അറിയാത്ത പാവമായിട്ട് ചെന്നു. അപ്പോൾ കാണിച്ചു പോയി വക്കീൽ നമ്മുടെ സിനിമയെ കാണുന്നതല്ല കോടതിയുടെ, നിങ്ങൾ തെറ്റിദ്ധരിക്കും. സിനിമയെ കാണുമ്പോൾ എന്താണ് മറ്റേ ഡംബർ ഒന്നുമില്ല. അവിടെ ചെന്ന് ഗ്ലോറിഫൈഡ് ബെഗിങ് എന്നാണ് പറയുന്നത്. അതെ, അത് ആ പരിപാടിയാണ്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് അപ്പൊ ഈ ഫയൽ അറിയാവുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട് എന്നെ നോക്കുന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്കറിയില്ലല്ലോ. അപ്പൊ ജഡ്ജ് കേസ് നമ്പർ വിളിച്ചു, എന്നെ നോക്കി. ഹു ഇസ് ദ അഡ്വക്കേറ്റ്? അക്യൂസ്ഡ് എവിടെ നിന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കിട്ടുന്നില്ല, അക്യൂസ്ഡ് ആബ്സെന്റ്. അപ്പോൾ നിങ്ങൾ നോക്കി വൈ. പിന്നെ എനിക്ക് ഒന്ന് എന്റെ കിളി പോയി. വൈകിട്ടപ്പോഴത്തേക്ക് എന്റെ കിളി പോയി. ഹീസ് നോട്ട് എന്നെ നോക്കിയിട്ട് ദിസ് ഈസ് ദ ലാസ്റ്റ് ചാൻസ്, യു കം ടു മൈ ചേംബർ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ കാത്തിരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് അറിയില്ല. ഇതെല്ലാം കഴിഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു 1 മണി പുള്ളിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങി ചെന്നപ്പോൾ കം, നിങ്ങൾ ഏതോ ചാനലിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഭാഗമായിട്ട്. അപ്പൊ ഈ വക്കീലന്മാർക്ക് അങ്ങനെ ജോലി ചെയ്തൂടാ, അങ്ങനെയൊക്കെ ഉണ്ടെന്നാ പറയണത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഗതികേട് പറഞ്ഞ പുള്ളി പറയാം അതൊന്നുമല്ല, എനിക്ക് നിങ്ങളുടെ ഒരു സഹായം ആവശ്യമുണ്ട്. എന്താണ്? എന്റെ ഭാര്യ നിങ്ങളുടെ ഒരു പരിപാടി പങ്കെടുത്തിട്ടുണ്ട്, അതിന്റെ ഒരു CD കിട്ടുമെന്ന്. ഒരു നിമിഷം
സിംഹമായിട്ട് നിന്ന ആ ജഡ്ജ് എന്റെ മുന്നിൽ പൂച്ചയായിട്ട് നിന്നപ്പോ ഞാൻ പിന്നെ why not? പിന്നെ അപ്പൊ ആ ഒറ്റ പേരിലാണ് മറ്റേ പുള്ളിക്ക് ഒരു ചാൻസ് കൂടെ കൊടുത്തത്. ഇതും കഴിഞ്ഞിട്ട് ഞാൻ ഈ ഫയലുമായിട്ട് സുരേഷ് ഗോപി ചേട്ടനെ പോലെ ഓഫീസിൽ ചെല്ലുണ്ട്, ദേ കിടക്കുമോ? അപ്പൊ അവരും എന്നെ നോക്കുന്നുണ്ട്, ഇത് എങ്ങനെ സംഭവിച്ചു? അത് ജീവിതത്തിൽ മറക്കാത്ത അനുഭവമാണ്. അല്ല, നമുക്ക് അന്ന് ഇപ്പോഴും യൂട്യൂബ് വന്നോണ്ടാണല്ലോ. അതിന് മുമ്പ് നമ്മൾ ടി വിയിൽ ആണ്ടിലോ സംക്രാന്തിക്ക് ഒരു പരിപാടിയിൽ ഒരു സീന അഭിനയിക്കുന്നത്. അതെ, ഇത് നമുക്ക് നമ്മുടെ കയ്യിലാക്കാൻ ഒരു വഴിയില്ല. അതെ അതെ, നമ്മൾ ഇതിന്റെ സീഡ് കിട്ടുക എന്ന് പറയുന്നത് വലിയ പാടാ. VCR ഇട്ട് ഒരുത്തനെ കൊണ്ട്, കേബിൾ ഉള്ളവനെ കൊണ്ട് അത് റെക്കോർഡ് ചെയ്യിച്ചെടുത്ത് എന്നൊക്കെ പറഞ്ഞൊരു പരിപാടിയിലാണ് അത് ചെയ്യുന്നത്. അല്ല, അന്ന് ഈ പറഞ്ഞ ചാനലുകളിൽ നിന്നൊക്കെ ഒരു CD കിട്ടുക എന്ന് വെച്ചാൽ നമ്മള് മുഖ്യമന്ത്രി കൂടെ ഒക്കെ ഇത് കൊടുക്കണം, എങ്കിലേ കിട്ടുള്ളൂ. അത്രയ്ക്ക് വലിയ പാടാണ്. ഇപ്പൊ അങ്ങനെയൊന്നും അല്ലല്ലോ. അതിൽ നിന്ന് നമുക്ക് യൂട്യൂബിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനം എടുക്കാവുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി. അങ്ങനെ വക്കീലാണ്. മിമിക്രി എത്ര വർഷം കളിച്ച് ചോദിച്ചേട്ടാ? മിമിക്രി ഒരു 10 വർഷത്തോളം. അതിനുശേഷം ഓഡിയോ കാസറ്റുകൾ കുറെ ചേരുന്നുണ്ടോ? അന്നത്തെ പ്രധാനപ്പെട്ട ഐറ്റം എന്തായിരുന്നു? കറങ്ങി വരുന്നുണ്ട്. ഞാൻ വെറുതെ അറിയാൻ വേണ്ടിട്ടാ. അല്ല, അന്ന് ഞാൻ കൂടുതലും നയനാർ സാറ്, കരുണാകരൻ സാറുടെയൊക്കെ ശബ്ദമായിരുന്നു ചേരുന്നത് ആ സമയത്ത്. പിന്നീട് എൻ്റെ കരുണാകരൻ ജി നമ്മുടെ ജയരാജ് ഏറ്റെടുത്തു. സിനിമയിലൊക്കെ ചെയ്യുമ്പോൾ അന്ന് ജയരാജ് എനിക്ക് തോന്നുന്നു കൂടുതലും ശ്രീനിവാസ ചേട്ടനെയാണ് നേരിച്ചുകൊണ്ടിരുന്നത്. അതെ. പിന്നീട് നമ്മുടെ ഷിയാസിക്കയുടെ ചില നമ്പറുകളൊക്കെ ഇടുമായിരുന്നു. അങ്ങനെയൊക്കെ അങ്ങനെ പോകുമായിരുന്നു. എന്തെങ്കിലും ഒരു ചെറിയ ഐറ്റം ചെയ്യാൻ പറ്റുമോ? ഇല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ, ഞാൻ ഈ പറഞ്ഞ ഷിയാസിക്കയ്ക്ക് ഒരു ട്രിബ്യൂട്ട് കൊടുക്കാം. അപ്പൊ ഷിയാസിക്കനെ അനുകരിക്കുകയാണ്. ഷിയാസിക്കയുടെ പാട്ട്, അതായത് ഷിയാസിക്ക മഹാകവി കോട്ടയം സോമരാജ് എഴുതിയ ഒരു പാട്ട്. ഞാൻ ഷിയാസിക്കയുടെ ശബ്ദത്തിൽ എൻ്റെ ഈ മുഖത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് അറിയില്ല, ഞാനൊരു ശ്രമിക്കാം. കാലത്തു കടുങ്കാപ്പിയും പുഴുങ്ങിയ കപ്പയും തനിച്ചിരുന്നടിക്കുന്ന ചെറുപ്പക്കാരി, ഒരു പീസ് കപ്പ നീ തരികയില്ലേ? അത് തിന്നു വിശപ്പു ഞാൻ അടക്കിടട്ടെ. കാലത്തു കടുങ്കാപ്പിയും പുഴുങ്ങിയ കപ്പയും തനിച്ചിരുന്നടിക്കുന്ന ചെറുപ്പക്കാരി. വലിയ ഓർമ്മകളാണ് ജോയിച്ചേട്ടാ. കാരണം ഷിയാസൊക്കെ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പരിപാടിയിൽ ഉറപ്പായിട്ടും വരേണ്ട ഒരാളാണ്. വലിയ സൗഹൃദം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാനുമായിട്ടും. അപ്പൊ ഷിയാസക്കയുടെ ശബ്ദം ഇത്ര ഗംഭീരമായിട്ട് നമ്മുടെ മനോജ് ഗിന്നസ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഒരു പരിധി വരെ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് മനോജ് ഏട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഷിയാസക്കയുടെ റെഫറൻസിലാണ് അത് എടുത്തതെന്നുള്ളത്. ഷിയാസക്കയുടെ വളരെ ഗംഭീരമായിട്ടുള്ള, ഒരു പക്ഷേ ഓഡിയോ കാസറ്റ് കാലഘട്ടങ്ങളിൽ ഓഡിയോ കാസറ്റുകൾ കേട്ടു വളർന്ന എല്ലാവർക്കും ഈ ശബ്ദം. പിന്നെ നിങ്ങൾ പണ്ടാര സൃഷ്ടികളല്ലോ. ബുളുബുളും അറിയോ? ബുളുബുളുവിന്റെ മൊത്തം വരിയല്ലേ രസമാണ്. എന്റെ കിണറ്റിൽ നിന്നൊരു ശബ്ദം. കിണർ തിളച്ച് പൊങ്ങുമ്പോൾ അരി കഴുകി അതിലിട്ട് തിളപ്പിച്ചൂറ്റാൻ എനിക്ക് തോന്നുന്നു. അതെനിക്ക് തോന്നുന്നത് ഈ ദേമാവാലി കൊമ്പത്ത് ഓണത്തിനിടയ്ക്ക് പുട്ടുവച്ചോട്ടം അതിനകത്ത് ഏറ്റവും കൂടുതൽ ഹിറ്റായ ഒരു പാട്ട് പഴയ ഒരു ഗസൽ സിനിമയിൽ ഒരു പാട്ടുണ്ടായിരുന്നു. ബാറിലെ സപ്ലയറെ ഒരു ലാർജ് നൽകാമോ? ലാർജില്ല, സ്മോൾ ഉണ്ട്, അത് ഒരു ഗ്ലാസ് ആക്കി തരാം. ബാറിലെ സപ്ലയറെ ഒരു ലാർജ് നൽകാമോ? ലാർജില്ല, സ്മോൾ ഉണ്ട്, അത് ഒരു ഗ്ലാസ് ആക്കി തരാം. ഒരു ലെജൻഡ് ആയിരുന്നു ഷിയാസിക്ക. പക്ഷേ ഈ ഒരു എപ്പിസോഡ് അദ്ദേഹത്തിനുള്ള ഒരു ട്രിബ്യൂട്ടായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആയിക്കോട്ടെ. അപ്പോൾ ജോയ് ചേട്ടാ, ഞങ്ങളുടെ ഒരു ചെറിയ സ്നേഹാദരം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അത് കൈമാറാനായിട്ട് രമേശ് ചേട്ടാ, ചേച്ചി പ്ലീസ്. ശ്രീ ജോയ് ജോൺ, അദ്ദേഹം ഇന്ന് തിരക്കുള്ള ഒരു അഭിനേതാവാണ്. ഒരുപാട് സിനിമകളിൽ വേഷമിട്ടുകൊണ്ടിരിക്കുന്നു. ആ സാഹചര്യത്തിലും ജോയ് ജോൺ എന്ന് പറയുന്ന പ്രതിഭ ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഈ വേദിയിലെത്തുമ്പോൾ അവതരണം, ഹാസ്യകലയുടെ വിവിധ പ്രകടനങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചതും അദ്ദേഹത്തെ ക്ഷണിച്ചതും. എങ്കിൽ ജോയ് ചേട്ടൻ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഒരുപാട് കാര്യങ്ങളും അനുഭവങ്ങളും നമ്മളോട് പങ്കുവച്ച കൂട്ടത്തിൽ പറഞ്ഞു പോയതും അവതരിപ്പിച്ചതുമായ ഒരു ശബ്ദവും പേരും ഷിയാസിക്കയുടേതാണ്. അത് യാദൃശ്ചികമായിട്ട് നമ്മൾ സംഭവിച്ചതാണ്. നമ്മൾ വിളിക്കുമ്പോഴോ മിണ്ടുമ്പോഴോ ഒന്നും പ്രതീക്ഷിച്ച കാര്യമല്ല. ഒരുപക്ഷെ അദ്ദേഹം വളരെ പ്രഗത്ഭനായ, ഞങ്ങളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മികച്ച കലാകാരനാണ്. അപ്പോൾ ജോയ് ചേട്ടനെ ഇന്ന് ആദരിക്കുമ്പം യാദൃശ്ചികമായിട്ട് അതിലൂടെ ഷിയാസിക്ക കൂടെ ഇവിടെ ഇന്നത്തെ ഈ വേദിയിൽ ഓർമ്മിക്കപ്പെടുന്നു, ആദരിക്കപ്പെടുന്നു. ഒരുപാട് സന്തോഷം ജോയ് ചേട്ടാ ഇന്നത്തെ ഈ പരിപാടിയിൽ ഞങ്ങളോടൊപ്പം വന്നതിന്. ഒരു ചെറിയ ഉപഹാരം.
സ്റ്റാൻഡപ്പ് പെർഫോമേഴ്സ് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അനീഷ് കാട്ടുകട ആൻഡ് പ്രജിത് തൃപ്പൂണിത്തുറ. ഇതില് പ്രജിത്ത് വലിയൊരു കാര്യം അദ്ദേഹത്തിന്റെ പ്രകടനത്തിന് ശേഷം പറഞ്ഞത്, അദ്ദേഹം ഇവിടെ പ്രേക്ഷകനായിട്ട് വന്നിരുന്ന ഒരാളാണ്, നിങ്ങൾ ഓർത്താൽ എൻ്റെ മുഖം മനസ്സിലാവും എന്ന് പറഞ്ഞത് വലിയ അത്ഭുതവും കൗതുകവും സമ്മാനിച്ചൊരു കാര്യമാണ്. അതാണ് ചില പരിപാടികളുടെ ഒരു മഹത്വം എന്ന് പറയുന്നത്. അദ്ദേഹം അവിടെ നിന്നും വന്ന് കണ്ടു പഠിച്ച് എനിക്കും ഇത് ചെയ്യാൻ പറ്റും, അവിടെ ഒരു ആശങ്ക വന്നില്ല. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് നന്നാവുമോ, ഞാനിത് ചെയ്താൽ എത്രമാത്രം മികച്ചതാകും തുടങ്ങിയ ഒരുപാട് ആശങ്കകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവിടെ നിന്ന് അദ്ദേഹം അവിടെ നിന്നും ഈ വേദിയിലേക്ക് എത്തുമായിരുന്നില്ല. ഈ ആശങ്കകൾ കലാകാരന്മാരിൽ നിന്നും അല്ലെങ്കിൽ ഉള്ളിൽ എവിടെ ഒരു ചെറിയ കല ഉറങ്ങിക്കിടക്കുന്നവരിൽ നിന്നും അകറ്റുക എന്നത് ഈ പരിപാടിയുടെ ഒരു വലിയ ഉദ്ദേശമാണ്. അതിൻ്റെ ഒരു തെളിവാണ് ഈ നിൽക്കുന്ന കലാകാരൻ. രണ്ടുപേരുടെയും പ്രകടനങ്ങൾ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമ്മളെ കൂടുതൽ ചിരിപ്പിച്ചതും വളരെ ചടുലമായും സ്ഫുടമായും കൃത്യമായും പ്രാസം ഉപയോഗിച്ചും അക്ഷരങ്ങളും വാക്കുകളും കൃത്യമായ ക്രമത്തിൽ അടുക്കിയും വച്ചും വിളമ്പിയും നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചത് അനീഷ് കാട്ടുകട എന്ന് പറയുന്ന കലാകാരനാണ്. അദ്ദേഹം ബെസ്റ്റ് പെർഫോമറായി മാറുന്നു.